ഈ 2100 അവിടെ 100% കൊച്ചു വെള്ളത്തിനടിയിലാവുന്നു എന്നുള്ളത് പരിചയമില്ലാത്ത ആളുകൾ അങ്ങനെ പറയുന്നത് മാത്രമല്ല. പ്രകൃതിയായിട്ടുള്ളൊരു ആ ബാറ്റിൽ നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല. നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വളരെ ഹംബിളാണ് വാസ്തവത്തിൽ. കേരള പോപ്പുലേഷൻ ഹാസ് സ്റ്റെബിലൈസ്ഡ് ആൻഡ് മൈറ്റ് ഈവൻ സ്റ്റാർട്ട് ടു കം ഡൗൺ ഇൻ അനദർ 10 years. സിൽവറിൽ എന്നെ സപ്പോർട്ട് ചെയ്തൊരു ആളാണ് ഞാൻ. എൻവയോൺമെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് എവിടെയെങ്കിലും ട്രാഫിക് ജാമിൽ സ്റ്റക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് പോകുന്ന സ്ഥലമാണ് മൂന്നാർ. മുല്ലപ്പെരിയാറിൻ്റെ കാര്യം മലയാളിയെ സംബന്ധിച്ചുള്ളതൊരു ഓൾമോസ്റ്റ് ഒരു ഇമോഷണൽ ഇഷ്യൂ ആണ്. അത് 40 വർഷത്തെ മീഡിയ ആക്ടിവിറ്റിയുടെ ഒരു ഫലം കൂടിയാണ്. ഇഫ് യു ഡു എ വെരി ഹൈ ക്വാളിറ്റി ഡിഗ്രി ഇൻ കേരള, വാട്ട് ആർ ദ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഹിയർ? മണ്ണിടിച്ചിൽ, ലാൻഡ്സ്ലൈഡ്, ഡെബ്രി ഫ്ലോ, ഉരുൾപൊട്ടലെല്ലാം വെള്ളപ്പൊക്കം പോലെ അത്ര ഈസിലി പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഡിസാസ്റ്റർ അല്ല. അതതിൻ്റെ ഒരു നേച്ചറാണ്. ലോകത്ത് എവിടെയാണെങ്കിലും സിറ്റുവേഷൻ അതാണ്. രണ്ടാമത്തേത് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷർ, അതായത് അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങളെന്ന് പറയുന്നത് ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു, സ്വിറ്റ്സർലാൻഡിൽ ബ്രിയൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹിൽ അല്ല ഇതുപോലെ ഒരു ഡെബ്രി ഫ്ലോ ഉണ്ടാവുമെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്തു. അവരാളുകളോട് മൂവ് ചെയ്യാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് ആ ഡെബ്രി ഫ്ലോ ഉണ്ടാവുന്നത്. അല്ല, 1 മാസം കഴിഞ്ഞിട്ടാണ് ഡെബ്രി ഫ്ലോ ഉണ്ടാകുന്നത്. 3 മാസം കഴിഞ്ഞിട്ടാണ് ആളുകൾക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റുന്നത്. നമ്മളുടെ ഈ 13% ഏരിയയിൽ ഓരോ മഴക്കാലത്തും 48 മണിക്കൂർ മഴ ഉണ്ടാകുമ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ അത് സാധാരണഗതിയിൽ ചെയ്യാനായിട്ട് തയ്യാറാവില്ല. ഈ ഏരിയ വളറബിളാണ്. ആളുകൾ അവിടെ നിന്ന് സ്ഥിരമായിട്ട് മാറി താമസിക്കുന്നു. കേരളത്തിന് പുനർഗേഹം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. കോസ്റ്റൽ ഏരിയയിലാണെങ്കിലും മലയിലാണെങ്കിലും വളറബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കും എന്നുണ്ട്. പക്ഷേ ആ കോമ്പൻസേഷൻ പലപ്പോഴും ഒരു ഇക്വലൻറ്റ് ടു ദ ലാൻഡ് വാല്യൂ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഞാൻ പറയുന്ന പോയിന്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് അവയർനെസ്സിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. പക്ഷേ നമ്മുടെ സൊസൈറ്റി ആസ് എ ഹോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മൾ ഇനിയും വേണ്ടത്ര ഇവോൾവ് ചെയ്തിട്ടില്ല. പാർട്ട്ലി നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ഫൈനാൻഷ്യൽ കൺസേൺ. ലാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് മാത്രമല്ല, നമ്മളുടെ ഇൻഷുറൻസും ബാങ്ക് ഡെപ്പോസിറ്റും നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഇതെല്ലാം നമ്മളുടെ ഭൂമിയാണ്. അപ്പോൾ ആ ഭൂമിയുടെ വിലയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു കുറവ് നമ്മളൊരു സൊസൈറ്റി ഈസ് നോട്ട് വില്ലിംഗ് ടു അക്സെപ്റ്റ്. നമ്മളുടെ പല ഡിസാസ്റ്ററിൻ്റെയും അടിസ്ഥാനപരമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ ലാൻഡ് യൂസിൻ്റെ കാര്യത്തിൽ വലിയ നിയന്ത്രണങ്ങൾ വേണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. നമുക്കൊരു AI ബേസ്ഡ് പ്രഡിക്റ്റീവ് മോഡൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് വെച്ചിട്ടുള്ള ടൂൾസ് അവിടെ വയ്ക്കാം. അതെല്ലാം നമുക്ക്, അല്ലെങ്കിൽ എല്ലാ വില്ലേജിലും നമുക്ക് വേണമെങ്കിൽ ഒരു ബോട്ട് കൊടുക്കാം. ഇതിനെല്ലാം ഐ തിങ്ക് എവരി വൺ വിൽ ബി സപ്പോർട്ടീവ്. പക്ഷേ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡിസാസ്റ്റർ റിഡക്ഷൻ വേണ്ടിയിട്ട് ലാൻഡ് യൂസിൽ എന്തെങ്കിലും കൺട്രോൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റി ഇപ്പോഴും അതിന് പ്രിപ്പയർഡ് അല്ല. ഇത് ഐ തിങ്ക് വി ഹാവ് ടു അക്സെപ്റ്റ് അഡ്രസ് ദിസ് ആസ് എ ഓൾ ഓഫ് സൊസൈറ്റി ഇഷ്യൂ ആൻഡ് നോട്ട് ജസ്റ്റ് എ സെക്ടറൽ ഇഷ്യൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ഈ വയനാട്ടിലെ ഇപ്പോഴത്തെ ഒരു റിഹാബിലിറ്റേഷൻ ഒരു പോളിസി വന്നില്ല. ഇപ്പോൾ അവിടെ ഒരു ടൗൺഷിപ്പ് വിക്ടിംസിനെ എല്ലാം അവിടെ കൊണ്ട് താമസിപ്പിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവരെല്ലാം കൃഷി ചെയ്ത് ജീവിച്ച് പല ഭാഗത്തായിരുന്നു. അവരെല്ലാവരും ഇവിടെ ഒരു ലിമിറ്റ് 5 സെന്റ് സ്ഥലം കൊടുത്ത് ഒരിടത്ത് അവരെ നിർത്തുമ്പോൾ അവരുടെ ലൈവ്ലിഹുഡ് ഒരു ഇഷ്യൂ അല്ലേ? ഹൗ ക്യാൻ ഇറ്റ് ബി അഡ്ജസ്റ്റ്? തീർച്ചയായിട്ടും ഇത് നമ്മളൊരു ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഒരു ബെസ്റ്റ് ഓഫ് ദി പോസിബിൾ ഓപ്ഷൻസ് എന്നുള്ള തരത്തിൽ നമുക്ക് ഇതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഐഡിയൽ ഓപ്ഷൻസ് വുഡ് ബി വാട്ട്? ഈ ആളുകൾക്ക് ഡിസാസ്റ്റർ റിസ്ക് ഇല്ലാത്തതും അവരുടെ ലൈവ്ലിഹുഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സ്ഥലം പ്രോബ്ലി അവൈലബിൾ അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ഡിസാസ്റ്റർ ഇല്ലാത്തൊരു സ്ഥലം, പക്ഷെ അവർക്ക് ന്യൂ ലൈവ്ലിഹുഡ് നമ്മളവരെ പരിശീലിപ്പിക്കുക എന്നൊരു എഫേർട്ട് എടുക്കുക.
ഈ ഒരു പർട്ടിക്കുലർ എഫർട്ടാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്നത്. മറ്റേ ഒന്നാമത്തെ ഓപ്ഷൻ അവൈലബിൾ അല്ലാത്തടത്തോളം കാലം ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് വി ക്യാൻ ഡു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള 3 സ്ഥലങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന് ഹൈ റേഞ്ചിലെ ആളുകൾ, രണ്ടാമത്തെ കോസ്റ്റൽ ഏരിയയിലെ ആളുകൾ, മൂന്നാമത്തത് കുട്ടനാട്ടിലെ ആളുകൾ. ഈ 3 സ്ഥലമാണ് കേരളത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളത്. ഈ 3 സ്ഥലങ്ങളിലും ഡിസാസ്റ്റർ ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ആളുകൾ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഈ 3 സ്ഥലങ്ങളിലെയും അടുത്ത തലമുറ ആ ലൈവ്ലിഹുഡ് കൊണ്ടല്ല ജീവിക്കുന്നതും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേറൊരു മാർഗമില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നുണ്ടെന്നല്ലാതെ നൺ ഓഫ് ദം ആസ്പയർ ടു ഡു ദാറ്റ് ജോബ്. അങ്ങനെ പല കാരണങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമൂഹ്യമായ കാരണങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഇങ്ങനെ ലോക്കൽ ഫിഷർമാനുമായിട്ടിരുന്ന് സംസാരിക്കുമായിരുന്നു. അവർ പറഞ്ഞു, ഈ ഫിഷിങ്ങിന് പോകുന്ന കുട്ടികൾക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത്, പക്ഷെ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. കൃഷിയിൽ ചെയ്യുന്ന ആളുകൾ, മലയിലുള്ള ആളുകൾ ഇത് തന്നെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ ഇൻക്ലൂഡിങ് ആ കാരണം കൊണ്ട് ആളുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പോപ്പുലേഷൻ പ്രഷർ പ്രോബ്ലി ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്രദേശങ്ങളിലൊന്നും കാണില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നൊരു അത്ര ശരിയല്ലാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ നമ്മൾ ഉള്ള ഏരിയാസ്, ഇപ്പോൾ കോസ്റ്റൽ ഏരിയ ആണെങ്കിലും കുട്ടനാടാണെങ്കിലും ഹൈ റേഞ്ചിൽ അത്രമാത്രമായിട്ടില്ല, അവിടെ നമ്മൾ ഗവൺമെൻറ് ലെവലിൽ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ സ്ഥലം സുരക്ഷിതമാണെന്നൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടായിക്കൊടുക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഒരു കോസ്റ്റൽ ഇറോഷൻ ഉണ്ടാകുന്നു. ആ കോസ്റ്റൽ ഇറോഷൻ ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അത് കൂടുതലാക്കാൻ പോവുകയാണ്, അത് നമുക്കറിയാം. പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗവൺമെൻറ് ഏതാണ്? അവിടെ ഒരു സീ വാൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് ഏറ്റവും പോപ്പുലർ. ഗവൺമെൻറ് ഒരു 500 കോടി രൂപ മുടക്കി ഒരു സീ വാൾ കൊടുക്കുന്നു. ഈ ഗവൺമെൻറ് 500 കോടിക്ക് സീ വാൾ എടുക്കുമ്പോൾ ഇന്ന് അത് വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ നമുക്ക് തോന്നുന്നു. അപ്പം അതിൻ്റെ പുറകിലുള്ള മുഴുവൻ ആളുകളും അവരുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 5000-ഓ 10,000-ഓ കോടി രൂപ അതിൻ്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇവൻച്വലി ഈ സീ വാൾ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് 500 കോടി മാത്രമല്ല പോകുന്നത്, പ്രൈവറ്റ് ആളുകളുടെ 10,000 കോടി രൂപ കൂടി പോകുന്നു. മോർ അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ വിൽ ബി ഇതിൻ്റെ പുറകിലുള്ള ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇതൊരു ലോങ് ടൈം കേരളം മാത്രം ഇത് ചെയ്യുന്നൊരു പ്രശ്നമല്ല, ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നമാണ്. ഈ പർട്ടിക്കുലർ ഏരിയ ലോങ് ടൈം ആയിട്ട് ഹാബിറ്റബിൾ അല്ല എന്ന് മനസ്സിലാക്കി ഓൾറെഡി അവിടെ നിന്ന് പോകുന്ന ആളുകളുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് പോകുന്ന ആളുകളുണ്ട്. അതിനെ പോളിസി ഇതൊരു സപ്പോർട്ട് ചെയ്ത് ബാക്കി ആരാണോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉള്ളത് അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ഇനിയുള്ള 100 വർഷത്തേക്ക് ഇവർക്കും അവരുടെ അടുത്ത തലമുറയ്ക്കും പുതുതായിട്ട് വരുന്നവർക്കും അവിടെ താമസിക്കാമെന്നുള്ളൊരു ഫോൾസ് അഷുറൻസ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. സെയിം അബൌട്ട് കുട്ടനാട് ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ ലോങ് ടൈം ആയിട്ടുള്ളൊരു ഹാബിറ്റബിൾ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കുട്ടനാടുണ്ടെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും അതിനെപ്പറ്റി പറയുമ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് വിഷമമാകും. എന്ന് പറയുകയാണെങ്കിൽ ഫോർ സം പീപ്പിൾ ഇതൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനല്ല, അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഞാൻ അവരോട് തന്നെ ആത്മാർത്ഥമായിട്ട് ഉള്ളിലേക്ക് നോക്കാൻ പറയുമ്പോൾ അവർ കാണുന്നുണ്ട് അവിടുത്തെ പുതിയ തലമുറ ഒന്നും അവിടെ മൈഗ്രേറ്റ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ആ ലൈവ്ലിഹുഡിൻ്റെ വിഷയം കൊണ്ടാണ്. അപ്പോൾ ഈ കൃഷി എന്ന് പറയുന്ന ഒരു ലൈവ്ലിഹുഡ് നമ്മുടെ മലയിൽ ഇനി അധികം നാൾ നിൽക്കാൻ പോകുന്ന ഒന്നല്ല. അപ്പോൾ ഇതൊരു പ്രോബ്ലി എ ചലഞ്ച് ഫോർ നെക്സ്റ്റ് 15 years. അതെ, നമ്മൾ ഈ കേരളത്തിലെ ഇപ്പോൾ 40,000 സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിന് ഉള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ കേരളം വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണെന്നുള്ളൊരു സ്ഥലമാണെന്നൊക്കെ പറയാം. പക്ഷേ കേരളം ഇപ്പോഴും വളരെ ഹൊറിസോണ്ടലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. വളരെ വെർട്ടിക്കലായിട്ട് കേരളം ഗ്രോ ചെയ്തിട്ട് തന്നെയില്ല. അപ്പോൾ അർത്ഥത്തിൽ കേരളത്തിൻ്റെ പോപ്പുലേഷനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമൊന്നും കേരളത്തിൽ ഇപ്പോൾ ഇല്ല. നമുക്ക് ഇമോഷണലായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ആളുകൾ, പുതിയ തലമുറ ഇതുപോലെ ഗ്രാമങ്ങളിൽ ഒരു വീടും ഒരു പറമ്പും അരേക്കർ പറമ്പുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദേ ക്യാൻ ഓൾസോ പ്രോബ്ലി മോസ്റ്റ് ഓഫ് യു ആർ ഓൾറെഡി ലിവിങ് ഇൻ അപ്പാർട്ട്മെൻറ്റ്സ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ ഓഫ് കേരള. കേരളത്തിൽ ഈ പഴയതുപോലെ ഒരു ഫാക്ടറി വേണമെങ്കിൽ അതിന് 1000 ഏക്കർ സ്ഥലം അത്തരത്തിലല്ല ഇനിയുള്ള കാലത്തെ
ഇത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ കോൺട്രിബ്യൂഷൻ ടു GDP അല്ലെങ്കിൽ റവന്യൂവും FACT അല്ലെങ്കിൽ പഴയൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറിയുടെ സോ ദ ലാൻഡ് ഫുട് പ്രിൻ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യത്യാസം അറിയാം. സോ ടു ജനറേറ്റ് എ യൂണിറ്റ് $1 billion in one industry, you don't need the same as before. But even in the traditional industry, you don't need as much land. അപ്പോൾ ലാൻഡ് ഒരു റേറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ അല്ല നമ്മളുടെ ഇപ്പോൾ ഉള്ള ലാൻഡിൽ തന്നെ പൂർണ്ണമായിട്ടും ഡിസാസ്റ്റർ ഇല്ലാത്ത ഒരു ലാൻഡും ഇല്ല. പക്ഷേ ദർ ആർ തിങ്സ് വിച്ച് വി ക്യാൻ മാനേജ്. മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലാൻഡ് ഇൻ മൈ ഒപ്പീനിയൻ ഒരു ഇല്ലാത്തൊരു കാര്യമല്ല, പക്ഷെ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യപ്പെടുന്നൊരു ഇതല്ല എന്നൊരു അഭിപ്രായം എനിക്ക്. നമ്മളിപ്പം നിരന്തരമായിട്ട് ലാൻഡ് സ്ലൈഡായിട്ട് അവിടേക്ക് കൊച്ചിയിൽ നിന്ന് ഇല്ലാതാവും അങ്ങനെയൊക്കെയുള്ള പല അലാർമിയായിട്ടുള്ള റിപ്പോർട്ട്സുകൾ എല്ലാം വരുന്നുണ്ട്. How do you see all these things coming in? Kerala is a very interesting situation. First of all, all of Kerala, if you look globally, is a very thin strip of land stuck between the sea and the mountain. The maximum width in Kerala is probably about 120 kilometers, I think. It could be as small as 5 to 10 kilometers. And very different geographically and ecologically as you would see from the other side of the hill. So you have a very vulnerable strip of land, which if you don't manage well, you could degrade it so fast that in one generation you could finish the whole thing. And this has happened in other places. But it is very important that we manage all of Kerala, not just the Western Ghats, not just the paddy and wetlands, not just the coastline, but all of Kerala has to be treated as one single vulnerable unit. This is very important. Second is that the changing climate is affecting it across the board. It is going to affect the coastline, which you are already seeing. It's going to affect the coastal cities such as Kochi, which you are also seeing. It is affecting the high range, you are already seeing. It's also affecting the midlands because intensive rainfall and partly the way we have built our midlands is creating floods even in areas where you never expect urban flooding. So we have a challenge in that area. One being vulnerable, one about changing climate. But something interesting is also happening in Kerala simultaneously. That first of all, the population pressure is starting to come down. The Kerala population has stabilized and might even start to come down in another 10 years in terms of sheer numbers. In terms of actual pressure on land, it has already come down. That we used to farm 800,000 hectares of paddy field, and now we are farming less than 200,000. Government make tremendous effort and slightly it goes up about 200,000, but still far below what we had. Yet, the food security of the state actually has improved. So it's not that because we are farming less, people are suffering. People are actually, we have better access to food now in 2020 than in 1960s when we were farming more land. If you look at our homestead farming, compared to what was there 40 years back, it's much, much less. It's all there, but we are really not farming. And if you go into the high ranges also, the plantation industry is not particularly healthy. So they are also not aggressively and actively farming. So the actual pressure on land from human habitation has actually decreased. And you can actually see the consequences of that. You can see, of course, a lot more animals. And, the unfortunate is that there's a human-animal conflict coming in. But from a, purely speaking from an ecological point of view, what you are seeing is a return of some sort of a return of an ecology. Now, this is not managed, which is the problem. So if you look at our wetlands, you see the wetland is restoring itself because nobody's farming it anymore. But whether the original species is coming back or invasive species is coming back, this no one is checking. And
So the challenge is we have a huge opportunity. We now have a once in lifetime opportunity that the actual demand on land is coming down, and this has to be drilled down into people. People still believe land is a precious commodity God is not creating anymore. Therefore, the land price will keep going up. This is the typical Kerala hypothesis, and that's why we have been investing all our Gulf and money into land, not because that given any productive return from the land, because we assume someone else will come and buy our land for a higher price. That is coming down now. I had been predicting this for about 15 years, but for the first time, I think we can already see a property above 1 acre across Kerala. You see stagnance, and the bigger the property, steeper the price fall. That's simply because there's no need for that land. There's nobody doing the farming the land. You cannot buy a rubber estate for 50 lakhs, plant rubber, and hope to make a profit. You can't. If you look at land prices any part of the world, that land price is proportional to the productivity of the land. What is that you can make out of that land? But here, that's not. Our land price is completely linked to our speculative prices. So what I'm saying is that now we have an opportunity to relink our land price to the land productivity and land use, and thereafter manage it much better, including returning back to nature, because people are not using it anymore. ഏതൊരു ആക്ടിവിറ്റിക്കും, ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി ആണെങ്കിലും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണെങ്കിലും ഇതിനെല്ലാം ഒരു എൻവയോൺമെൻറ്റൽ ഫുട് പ്രിൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ കൃഷിസ്ഥലം എന്ന് പറയുന്നത് ഒരു കാലത്ത് കാടായിരുന്നല്ലോ, അല്ലെങ്കിൽ തടാകമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ പുതിയ കാര്യങ്ങൾക്ക് മാത്രമല്ല പഴയ കാര്യങ്ങൾക്കും ലാൻഡ് കൺവേർട്ട് ചെയ്യുന്നു, അതിനൊരു ഫുട് പ്രിൻ്റ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആക്ച്വലി എക്സേർട്ട് എ ഫുട് പ്രിൻ്റ്, ആൻഡ് the more we consume, നമുക്ക് കൂടുതൽ ഫുട് പ്രിൻ്റ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇൻക്ലൂഡിങ് ഇൻ കേരള എന്താണ് സംഭവിക്കുന്നത് പറയുകയാണെങ്കിൽ, പണ്ട് നമ്മളുടെ എക്സിസ്റ്റൻസിൻ്റെ ഫുട് പ്രിൻ്റ് നമ്മളുടെ ചുറ്റും തന്നെയായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന പാടം നമ്മളുടെ വീടിന് മുമ്പിലായിരുന്നു. ഇന്ന് ആ പാടം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആന്ധ്രയിലായിരിക്കാം, ഒരുപക്ഷെ ഓസ്ട്രേലിയയിലായിരിക്കാം. നമ്മളുടെ ഇപ്പോൾ കേരളത്തിലേക്ക് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പൊക്കെ വരുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലാൻഡ് ഫുട് പ്രിൻ്റ് ഹാപ്പനിങ് സംവെയർ എൽസ്. അപ്പോൾ എൻവയോൺമെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും. സിൽവർ ലൈൻ ആണെങ്കിലും ടണലാണെങ്കിലും അതിനെല്ലാം ഒരു എൻവയോൺമെൻറ്റൽ ഫുട് പ്രിൻ്റ് ഉണ്ട്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? അതിന് ഉണ്ടാകുന്ന പരിസ്ഥിതിയുടെ നാശം അല്ലെങ്കിൽ നഷ്ടം എത്രമാത്രം കുറയ്ക്കാനായിട്ട് സാധിക്കും? ഏറ്റവും മിനിമലായിട്ട് പരിസ്ഥിതി ഡാമേജോടെ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ആ മിനിമൽ ഡാമേജോടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് നമുക്കുണ്ടാകുന്ന ലാഭവുമായിട്ട് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അത് കോസ്റ്റ് ബെനിഫിറ്റ് ആണോ സോഷ്യലി സ്പീക്കിംഗ്? മൂന്നാമത്തെ ചോദ്യം, ഇത് സോഷ്യലി, പക്ഷേ ലോക്കലി അവിടെ ഒരു വീടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടം വരുന്നു. ആ നഷ്ടം കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നഷ്ടം സഹിക്കുന്ന അവർക്കും ലാഭം കിട്ടുന്നത് മൊത്തം സമൂഹത്തിനുമാണ്. അപ്പോൾ മൊത്തം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ അഫക്റ്റ് ചെയ്ത ആളുകൾക്ക് ഉള്ള സഹായം, റിഹാബിലിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ലോകത്ത് ഇന്ന് കാണുന്ന എല്ലാം ഉണ്ടായത്. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തണ്ണീർത്തടങ്ങളത് മാറ്റിയതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോകേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കുണ്ടായിരുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ആ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ബന്ധങ്ങൾ മാറി. ഇപ്പോൾ തന്നെ ഈവൻ ആഫ്റ്റർ ദാറ്റ് ലാൻഡ് പ്രൈസ് കൂടിയതോടെ അവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾ ആ സ്ഥലം വിറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മളുടെ അയൽ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം പോകുന്നു. അപ്പോൾ ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ സിൽവർ ലൈനിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അത് ഈ പ്രോജക്റ്റിനെ പൂർണ്ണമായിട്ടും പരിസ്ഥിതി പരിസ്ഥിതി നാശമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമല്ല, പക്ഷേ ആ മിനിമൽ പരിസ്ഥിതി നാശത്തോടെ ഒരു ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടും ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് ഓൾമോസ്റ്റ്
certain ആയതുകൊണ്ട് at some point of time, it may happen in 2030, 2040, 2050, but a high-speed rail connectivity in Kerala will happen for sure. And then അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരളത്തിലെ എക്കണോമിക്കായിട്ടും സോഷ്യലായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുകൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫുട് പ്രിൻറ്റ് പരമാവധി കുറയ്ക്കണം. അതുകൊണ്ട് നഷ്ടം പറ്റുന്ന ആളുകൾക്ക് സൊസൈറ്റി വേണ്ട തരത്തിൽ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു വ്യൂ ആ വിഷയത്തിൽ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പറയുന്നത് പക്ഷേ അതിനകത്ത് ആൾക്കാർ കൂടുതൽ പറയുന്നത് ലൈക്ക് മോസ്റ്റ് ഓഫ് ദീസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ മാൻ മെയ്ഡ്. അതെ. സോ ഹൗ ഡു യു എക്സ്പ്ലെയിൻ ദാറ്റ്? ടു വാട്ട് എക്സ്റ്റെന്റ് ദീസ് ആർ മാൻ മെയ്ഡ്? ഞങ്ങളുടെ യുഎൻ്റെ ഹൈപ്പോസിസ് പറഞ്ഞാൽ ദർ ആർ നോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്നുള്ളതാണ്. നാച്ചുറൽ ഹസാർഡ്സും ഉണ്ട്. ഇപ്പോൾ മഴ എന്ന് പറയുന്ന ഒരു ഹസാർഡാണ്. മഴയെ വെള്ളപ്പൊക്കമാക്കുന്നത് രണ്ട് കാര്യം കൊണ്ടാണ്. ഈ വെള്ളം പൊങ്ങുന്ന സ്ഥലത്ത് മനുഷ്യൻ വീടോ റെയിൽവേയോ എയർപോർട്ടോ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണ് വെള്ളപ്പൊക്കത്തെ ഒരു വിഷയമാക്കുന്നത്. വെള്ളം പൊങ്ങുന്നതല്ല വിഷയം. വെള്ളം പൊങ്ങുന്നിടത്ത് നമ്മൾ ഇത് ചെയ്യുന്നതാണ്. ഭൂമി കുലുക്കം എന്ന് പറയുന്ന ഒരു പ്രകൃതിയുടെ ഒരു ഹസാർഡാണ്. ഭൂമി കുലുങ്ങുന്ന സ്ഥലത്ത് വീട് വയ്ക്കുന്നു, ഭൂമി കുലുങ്ങിയാൽ പൊളിയുന്ന തരത്തിൽ വീട് വയ്ക്കുന്നതുമാണ് അതിനൊരു ഡിസാസ്റ്ററാക്കി മാറ്റുന്നത്. ഓൾമോസ്റ്റ് ഓൾ ഡിസാസ്റ്റേഴ്സ് നമുക്കത് ആ തരത്തിൽ എവിടെയാണ് നമുക്ക് കൺട്രോൾ ഉള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കും. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് നാച്ചുറലായിട്ടുള്ള ഹസാർഡ്സും മനുഷ്യൻ ഉണ്ടാക്കി വെച്ച വൾണറബിലിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനിൽ കൂടിയാണ് ഡിസാസ്റ്റർ ഉണ്ടാകുന്നത്. അത് പ്രകൃതിയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. കേരളത്തിൽ മഴയെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിന് പ്രത്യേകമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഹൈ ഇൻറ്റൻസിറ്റി റെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ എറണാകുളം നഗരത്തിൽ എവിടെ ഇനി കെട്ടിടങ്ങൾ പണിയണമെന്നും ഇപ്പോൾ ഉള്ള കെട്ടിടങ്ങൾ എവിടെ നിന്നെല്ലാം മാറ്റണമെന്നുള്ള തീരുമാനം ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്യാനുള്ള ശാസ്ത്രബോധം നമുക്കുണ്ട്. ഇത് ചെയ്യാനുള്ള സാമൂഹികമായിട്ടുള്ള സ്പേസ് നമുക്ക് തൽക്കാലമില്ല. അവിടെയാണ് മാധ്യമങ്ങളുടെ റോള് വരുന്നത്. ആസ് എ ലാൻഡ് റെസ്റ്റോറേഷൻ എക്സ്പേർട്ട് നമുക്ക് ഒരു 2040 ആകുമ്പോഴത്തേക്കും കൊച്ചിയുടെ 5% മൂവെന്ന് പറയുന്നു, 2100 ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഏകദേശം വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഇതില്ലേ? ചില പലരും ചോദിക്കുന്ന അവിടെ പിന്നെ കുറച്ച് മണ്ണിട്ട് തീരദേശം ഉയർത്തിയാൽ എന്തുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ വരുന്നു. ഈസ് ഇറ്റ് പോസിബിൾ ടു റിക്കവർ ടു റിസ്റ്റോർ? ഈ 2100 100% കൊച്ചി വെള്ളത്തിനടിയിലാവുന്നു എന്നുള്ളത് പ്രഡിക്റ്റബിൾ. ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ പരിചയമില്ലാത്ത ആളുകൾ അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ബ്രോഡായിട്ടുള്ളൊരു അനാലിസിസ് ക്ലൈമറ്റ് സെൻട്രൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നടത്തിയിട്ടുണ്ട്. കൊച്ചി മാത്രമല്ല, ലോകം മുഴുവൻ അവർ നടത്തിയിട്ടുണ്ട്. അന്ന് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ 2050, 2075, 2070, 2100 എവിടേക്കാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ആ മാപ്പിൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ എല്ലാം വീടുകൾ എവിടെയാണ്, ഈ കെട്ടിടം എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഞാൻ പല ആളുകളോടും പറയാറുണ്ട്, നിങ്ങൾ കൊച്ചിയിൽ അവിടെയാണ് നിങ്ങളുടെ വീടെങ്കിൽ അത് പതുക്കെ വിറ്റ് മാറുന്നതാണ് ബുദ്ധി. വീട് വാങ്ങുകയാണെങ്കിൽ അതെവിടെയാണെന്നൊന്ന് അന്വേഷിക്കുന്നതാണ് ബുദ്ധി. അത് കുട്ടനാട് ഉൾപ്പെടെ. അപ്പോൾ എനിവേ ദ ബേസിക് പോയിന്റ് സം പാർട്ട് വിൽ ബി അഫക്റ്റഡ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ലെറ്റ്സ് സേ കൊച്ചിയുടെ ഹൈറ്റ് സീ ലെവൽ റൈസ് 1 മീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു ബണ്ടുവാൾ കൊച്ചിക്ക് ചുറ്റും കെട്ടുക. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഭയങ്കര ഹൈ വോളിയം പമ്പ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമുക്ക് കൊച്ചിയിൽ വലിയ റിസർവയർസ് ഉണ്ടാക്കുക. എഞ്ചിനീയറിംഗ് വൈസ് ഇതൊക്കെ പോസിബിൾ അല്ലേ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറുടെ ഡ്രീം പ്രോജക്റ്റ് ആയിരിക്കും. ഇപ്പോൾ വെനീസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ സീ വാളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്യുന്നതൊക്കെ യു ക്യാൻ ചെക്ക്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇതിൽ മാൽ അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഒരു അഡാപ്റ്റേഷൻ മെഷർ തന്നെയാണത് ബണ്ടുവാൾ ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രകൃതിയായിട്ടുള്ളൊരു ആ ബാറ്റിൽ നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല. നമ്മൾ 1 മീറ്റർ ഇന്നുണ്ടാക്കി അത് ചിലപ്പോൾ 1 മീറ്റർ നിന്നൊന്നും വരില്ല, കൂടുതലായിന്ന് വരും. അല്ലെങ്കിൽ അടുത്ത 50 വർഷം കഴിയുമ്പോൾ 1.5 മീറ്റർ ആകും. അപ്പോൾ ഇതിനെ ബണ്ടുവാൾ ഉയർത്തി പ്രതിരോധിക്കുന്നതിലും നല്ലത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ലാൻഡ് ലോസ് ഉണ്ടാകുമെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതിനാണ് മേക്കിംഗ് സ്പേസ് ഫോർ വാട്ടർ പറയുന്നത്. വെള്ളമുണ്ട്, വെള്ളത്തിന് വികസിക്കാനുള്ള സ്ഥലം വേണം എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു സർട്ടൻ പാർട്ട് ഓഫ് ദ സിറ്റി മേ ഹാവ് ടു ബി കൺവേർട്ടഡ് into a buffer zone for the water to expand. And
പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്തെ അത് വളരെ എളുപ്പമാണ് മാപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓരോ പൊക്ക കാലത്തും ഏറ്റവും വെള്ളം കയറുന്ന സ്ഥലം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ എറണാകുളം ബസ് സ്റ്റാൻഡ് ഒരു പക്ഷേ ഒരു കുളമായിരുന്നിരിക്കണം. അങ്ങനെയാണ് എറണാകുളം എന്നുള്ള പേരൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നത്. എറണാകുളത്ത് നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളും പണ്ട് ഒരു വെറ്റ്ലാൻഡ് ആയിരുന്ന സ്ഥലങ്ങളാണ്. അത് ഒരുപക്ഷെ അവിടെ നിലനിർത്തിക്കൊണ്ട് ലോങ് ടൈം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോസിബിൾ അല്ല. ഇൻക്രീസിംഗിൽ അത് കൂടുതൽ എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രോബ്ലി എറണാകുളത്തെ ഇതുപോലുള്ള നമുക്ക് കൺട്രോളുള്ള സ്ഥലങ്ങൾ ഓപ്പൺ ഏരിയ ആക്കി അവിടെ ഒരു ഇപ്പോൾ ചൈനയിലൊക്കെ പോപ്പുലറായിട്ട് വരുന്നൊരു ഐഡിയ ഉണ്ട്, സ്പോഞ്ച് സിറ്റീസ് എന്നാണ് പറയുന്നത്. വെള്ളം വരുമ്പോൾ അബ്സോർബ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാകുന്ന സിറ്റി. അപ്പോൾ എറണാകുളം ബസ് സ്റ്റാൻഡും മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടൊക്കെ വലിയ പോണ്ടുകളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ബഫർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ബണ്ട്വാൾ കൊടുത്തുള്ള സൊല്യൂഷനേക്കാൾ കൂടുതൽ അപ്രോപ്രിയേറ്റ് ഈ വർദ്ധിച്ചു വരുന്ന വെള്ളത്തിന് ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ് എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതിൽ തന്നെ ഞാൻ പറയാറുള്ള കാര്യമുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റൽ നമ്മളെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൾണറബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇത്. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഒരു എമർജൻസിക്ക് അവിടെ പോകണമെങ്കിൽ കേരള സിറ്റിയുടെ മുഴുവൻ ട്രാഫിക്കിൽ കൂടെ കടന്നു വേണം ജനറൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഓക്കെ, ആ ജനറൽ ഹോസ്പിറ്റൽ ഈസ് ദെയർ. നമുക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് മറൈൻ ഡ്രൈവിൻ്റെ അപ്പുറം ബണ്ട്വാൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വെനീസിലെ പോലെ ഫോർട്ട് കൊച്ചിയിൽ വലിയ ഹിഡൻ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള സീ വാളുകൾ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ സുനാമിയെയും കടലാക്രമണത്തെയൊക്കെ പ്രതിരോധിക്കാം എന്ന് വിചാരിക്കാം. രണ്ടാമത്തത്, ഇനി ജനറൽ ഹോസ്പിറ്റലിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ബൈപ്പാസിന് അപ്പുറത്തുള്ള ഏതെങ്കിലും സ്പേസിലേക്ക് മാറ്റി പുതുതായിട്ട് വരുന്ന വാർഡുകളെങ്കിലും അവിടെ മാറ്റുക എന്ന് പറയുക. എന്നിട്ട് ഇവൻച്വലി യു ഷിഫ്റ്റ് ദിസ് ഔട്ട് ഓഫ് ദാറ്റ് പ്ലേസ് എന്നുള്ള തരത്തിൽ നമ്മൾ ചിന്തിക്കുക. ഞാനത് ഹൈക്കോർട്ടിനെ പറ്റി ഞാൻ പല പ്രാവശ്യം പറയുന്നതാണ്. ഇപ്പോൾ ഹൈക്കോർട്ട് അപ്പാർട്ട്ലി ദർ ഡിസൈഡിങ് ടു മൂവ് ടു കളമശ്ശേരി. അപ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് ഡിഫെൻസ് നമ്മൾ മെൻ്റലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ബൈപ്പാസാണ് ഞാൻ അനലൈസ് ചെയ്തിട്ട് പറയുന്നതല്ല കേട്ടോ അത്. ഒരുപക്ഷെ ബൈപ്പാസ് ഈസ് ഓൾസോ മോർ വളർന്നത്. അതിന് ഫ്രണ്ടിലുള്ള കാര്യങ്ങളിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കും. അത് ജനങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലമാക്കി എടുക്കാം. പിന്നെ ഫോർ എക്സാമ്പിൾ അവിടെ കൂടുതൽ ഓപ്പൺ ഏരിയ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊച്ചി ബിക്കം എ ബെറ്റർ സിറ്റി ഫോർ ദോസ് ഹു ആർ ദെയർ. And then those who have to move are adequately compensated in some way. അതാണൊരു ക്ലൈമറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. മറ്റുള്ളൊരു മാൽ അഡാപ്റ്റേഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാനൊരു കേരളത്തിലെ ഇൻലാൻഡ് വാട്ടർവേ ഒരു എക്കണോമിക് ആയിട്ടൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ലൈഫ് ലൈനായിട്ട് ഞാനത് കാണുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു വലിയൊരു പോസിബിലിറ്റി ആണല്ലോ ടൂറിസം എന്ന് പറയുന്നത്. ആ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അതിന് വലിയൊരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഉള്ള സിൽറ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, ഏത് തരത്തിലുള്ള ഷിപ്പുകളെയാണ് അല്ലെങ്കിൽ ബോട്ടുകളെയാണ് അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ഒരു കാർഗോ ഷിപ്പിംഗ് അല്ലാതെ ഉള്ള മറ്റ് ക്രൂസ് വാഹനങ്ങൾ പോലുള്ള വാഹനങ്ങൾ ഉള്ള ബോട്ടുകൾ പറ്റുന്ന തരത്തിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടുതൽ എന്നെപ്പറ്റി സ്പെസിഫിക് ആയിട്ട് അറിയില്ല. അങ്ങനെ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്നുള്ളതിൻ്റെ എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിൽ ഒരു 20 മടങ്ങെങ്കിലുമാണ്. 20% മടങ്ങെങ്കിലുമാണ്. കേരളത്തിൽ 34 മില്യൺ ആളുകളാണുള്ളത്. കേരളത്തിൽ വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഏതാണ്ട് 1.5 to 2 മില്യൺ ആണ്. അതായത് 1 to 15 ആണ് നമ്മുടെ ടൂറിസ്റ്റ് വേഴ്സസ് റെസിഡൻറ്റ് റേഷ്യോ. ടൂറിസം ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ആ ടൂറിസം ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ 1 to 1 കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സിംഗപ്പൂർ പോലെയുള്ള നഗരങ്ങളൊക്കെ വിടാം. അതൊന്നും ഒരു ചെറിയ നഗരമാണല്ലോ. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1,200 സംതിങ് ആണ്. ദുബായ് പോലുള്ളത് നമുക്ക് വിടാം. സ്വിറ്റ്സർലാൻഡിൽ എനിക്ക് തോന്നുന്നു 1 to 3 ആണ്. അതായത് ഉള്ള ആളുകളിൽ 10 മില്യൺ ആളുകളുള്ളതിൽ 30 മില്യൺ ടൂറിസ്റ്റുകൾ വരുന്നത്. പക്ഷേ ഫ്രാൻസ് പോലെയുള്ള വലിയ രാജ്യത്ത് 67 മില്യൺ ആളുകളുള്ള ഫ്രാൻസിൽ 84 മില്യൺ ടൂറിസ്റ്റുകൾ വരെ വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സോ വെൻ ക്യാൻ വി ആസ്പയർ ദാറ്റ് 34 മില്യൺ ഉള്ള കേരളത്തിൽ
34 മില്യൺ ടൂറിസ്റ്റുകൾ വരുന്നൊരു ഒരു തിങ്കിങ് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ അന്ന് തന്നെ യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് ഓഫ് ട്രാഫിക്. ഇപ്പോൾ കൊച്ചിയിൽ വാട്ടർ മെട്രോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാക്ടിക്കൽ കൺവീനിയൻസിൽ നിന്നും അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അത് വാസ്തവത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വലിയൊരു ഇറിറ്റേഷനാണെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ടൂറിസ്റ്റുകൾ വന്ന് കൂടുന്നത്. ഐ തിങ്ക് ദേ ഷുഡ് ഹാവ് എ ടിയേർഡ് സിസ്റ്റം. ഒരു ടൂറിസ്റ്റ് ട്രാക്കും ഒരു പോപ്പുലർ ട്രാക്കും. ടൂറിസ്റ്റ് ട്രാക്ക് വുഡ് ബി എ പ്രീമിയം ട്രാക്ക് സോ ദാറ്റ് ബോത്ത് പീപ്പിൾ ക്യാൻ ബി ബെനിഫിറ്റഡ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അപ്പോൾ അത് ഓവർ ടൂറിസത്തിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മൂന്നാർ എടുത്താലും മേജർ നമ്മുടെ ടൂറിസം അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ടൂറിസ്റ്റ് എല്ലാം കൂടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഒരു ഷാമ്പിൾസിലായിട്ട് ഇരിക്കുന്നത്. സോ അതെങ്ങനെയാണ് നമ്മൾ ശരിയാണ്. അതെ ഇത് രണ്ട് സെപ്പറേറ്റ് ഇഷ്യൂസാണ്. ഒന്ന് ഈ ഓവർ ടൂറിസത്തിൻ്റെ ഒരു ഇഷ്യൂ. അത് കേരള ടൂറിസം എന്ന് പറയുന്നത് ഒരു 10 ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ മെൻ്റലായിട്ടും ടൂറിസ്റ്റുകൾ പൊതുവേയും അങ്ങനെ ചുരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ബേക്കൽ ഫോർട്ട് ഫോർ എക്സാമ്പിൾ, മാരാരി ഇൻക്രീസിംഗ്ലി, കുമരകം, പിന്നെ പണ്ടൊക്കെ കോവളം ആയിരുന്നു, മൂന്നാർ. അപ്പോൾ ഈ സ്ഥലങ്ങൾ തീർച്ചയായിട്ടും ഓവർ ടൂറിസം ഉണ്ട്. ഫോർ എക്സാമ്പിൾ മൂന്നാറിലേക്ക് ഞാൻ പോകാറ് തന്നെയില്ല. മൂന്നാറിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ട്രാഫിക് ജാമിൽ സ്റ്റക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് പോകുന്ന സ്ഥലമാണ് മൂന്നാർ. അപ്പോൾ അത് ഇറ്റ്സ് നോ ലോങ്ങർ, സോ ഇറ്റ്സ് ഓൾറെഡി ലെറ്റ്സ് എ ഈ കാരണം കൊണ്ട് തന്നെ അതിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു വരാൻ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കേരളത്തെ കാണേണ്ടത്. 1998 തോന്നുന്നു നാഷണൽ ജോഗ്രഫിക് ട്രാവലർ കേരളത്തെ 50 പ്ലേസസ് ഓഫ് എ ലൈഫ് ടൈം എന്നുള്ള അവാർഡ് കൊടുക്കുന്നത്. 98-ലോ 99-ലോ. അപ്പോൾ അതിനുശേഷമാണ് കേരള ടൂറിസത്തിന് ഇത്ര വലിയ ബൂസ്റ്റ് കിട്ടുന്നത്. അപ്പം അന്ന് ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ക്യാമ്പയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കേരളം ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ്, അതുകൊണ്ടാണ് നാഷണൽ ജോഗ്രഫിക് നമ്മളെ സെലക്ട് ചെയ്തത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. അതിൻ്റെ ടാഗ് ലൈൻ അന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും അത് ഓൺലൈൻ ലഭ്യമാണ്. അപ്പോൾ ഈ 50 സ്ഥലങ്ങൾക്കും ഓരോ കാരണങ്ങൾ അവർ പറഞ്ഞെടുത്തു. അതിൽ നാച്ചുറൽ ബ്യൂട്ടി കൊണ്ടുള്ള സ്ഥലങ്ങളുണ്ട്. കേരളം അതല്ല. കേരളത്തിന് അവർ പറഞ്ഞത് ദ മൗണ്ട് എവറസ്റ്റ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. അതായത് വരുമാനം കുറഞ്ഞിട്ടും സാമൂഹ്യമായ വികസനം നടത്തിയിരിക്കുന്ന ഒരു സ്ഥലം, ആ തരത്തിൽ അതിശയകരമായ ഒരു സ്ഥലം, അതുകൊണ്ട് പോയി കാണേണ്ടതാണ്. അത് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ 1000 ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഈ 1000 ഗ്രാമങ്ങളെയും ടൂറിസം ഇതായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു തരത്തിലുള്ളൊരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതിന് പകരം ഈ നമ്മൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് വരുന്ന ആളുകൾ മുഴുവനും മൂന്നാറും തേക്കടിയും കാണാനായിട്ട് വരുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതിന് പകരം നമ്മളുടെ ടൂറിസത്തെ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കൂടുതൽ ടൂറിസ്റ്റുകളെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ റിസോർട്ടുകൾ ഉണ്ടാകുന്നതിന് പകരം ഇപ്പോൾ തന്നെ കേരളത്തിൽ ഒരു 11 ലക്ഷം വീടുകളാണ് 2011 സെൻസസ് പ്രകാരം വെറുതെ കിടക്കുന്നത്. അത് ഉപയോഗിച്ച് അതിനെ എങ്ങനെയാണ് ഒരു ടൂറിസം ഹോം സ്റ്റേ മാർക്കറ്റിലേക്ക് ഇടാനായിട്ട് സാധിക്കുന്നത്? പക്ഷേ ഇന്ന് നമുക്ക് കേരളത്തിൽ ഹോം സ്റ്റേ കിട്ടണമെങ്കിൽ അതിൻ്റെ ബ്യൂറോക്രാറ്റിക് ബാരിയർ എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റീവാണ്. പോരാതെ ഹോം സ്റ്റേ വേണമെങ്കിൽ ഹോമിൽ നമ്മൾ താമസിക്കണമെന്നൊരു നിർബന്ധം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബാരിയറാണ്, അതൊരു ഫിസിക്കലായിട്ടുള്ളൊരു കൺസ്ട്രെയിൻ്റ് അല്ല. ഞാൻ ജർമ്മനിയിലാണ് താമസിക്കുന്നത്. ഒരു മാസം അവധിക്ക് വരുമ്പോൾ അന്ന് വൈകുന്നേരം വേണമെങ്കിൽ എനിക്ക് എൻ്റെ വീട് Airbnb-യിൽ ഇത് ചെയ്യാം, പിറ്റേ ദിവസം തൊട്ട് ആളുകൾക്ക് വരാം, താമസിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, and I'll get the revenue. ഇവിടെ എൻ്റെ വീട് ഇവിടെ വെറുതെ കിടക്കുകയാണ്. ഞാനത് ഒരിക്കൽ ഹോം സ്റ്റേ ആക്കാനുള്ള ഇത് നോക്കിയിരുന്നു. ഞാനവിടെ താമസിക്കണമെന്ന് കൂടാതെ എനിക്ക് തോന്നുന്നു അന്ന് 6 or 7 പെർമിറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത അയൽപക്കത്തെ 4 ആളുകളുടെ പെർമിഷനും കൂടി വേണമെന്നാണ് മനസ്സിലായത്. അത് ഈ നമ്മളുടെ ഒരു സദാചാര പോലീസിങ്ങിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനു വേണ്ടി റിസോർട്ടുകൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യകത ഇല്ല. ഈ സ്പേസ് ഓൾറെഡി ഉണ്ട്. നമ്മളുടെ 1000 വില്ലേജുകളിലേക്കും ഈ ടൂറിസത്തെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലായിരിക്കും നമ്മുടെ ടൂറിസത്തെ പറ്റി ചിന്തിക്കേണ്ടത്. റീബിൽ കേരളയിൽ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട്. ആക്ച്വലി ഇഫ് യു ഗോ ടു ദ വെബ്സൈറ്റ് യു വിൽ സീ ലോട്ട് ഓഫ് വർക്ക് ഈസ് ഗോയിങ് ഓൺ.
ബിഗ്ഗസ്റ്റ് വൺ ഈസ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, വിച്ച് നിങ്ങളുടെ ഏരിയയിലുണ്ടെങ്കിൽ അറിയാം. മറ്റുള്ള ധാരാളം പ്രോജക്റ്റുകൾ നടക്കുന്നൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഡിസാസ്റ്ററിന് ശേഷം ഒരു കൺസ്ട്രക്ഷൻ ലെവൽ, ഓപ്പറേഷൻ ലെവൽ, ദാറ്റ്സ് ഈസി. ദർ ഇസ് മണി, ദർ ഇസ് പ്രോജക്റ്റ്, യു ക്യാൻ ഇംപ്ലിമെൻറ്റ്. പക്ഷേ അടിസ്ഥാനപരമായുള്ള മാറ്റങ്ങൾ, ഒരു ലാൻഡ് യൂസിലൊരു ചേഞ്ച്, ആളുകളുടെ പ്രിപ്പയർഡ്നെസ്, ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണമെന്ന് ചോദിക്കുമ്പോൾ ആ ഉത്തരം ഒരു ആശാവഹമല്ല. റൂം ഫോർ റിവർ എന്ന് പറയുന്നത് കൺസെപ്ച്വലി ഒരു നല്ല പ്രോജക്റ്റാണ്. പക്ഷേ ദാറ്റ് വിൽ അഗെയിൻ നീഡ് ചേഞ്ചസ് ഇൻ ലാൻഡ് യൂസ്. അപ്പോൾ ലാൻഡ് റെസ്ട്രിക്ഷൻസ് വരും. അത് പൊതുവെ നമ്മുടെ സൊസൈറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല. ആൻഡ് അഗെയിൻ യു നീഡ് മോർ sustained campaign from the media to do it, to change the people's mindset. It's not very easy. Coming back to sea level rise, നമ്മളിപ്പോൾ ചെല്ലാനത്ത് 3 meter ഹൈറ്റിൽ സീ വാൾ ഉണ്ട്. സീവേർഡ് സൈഡിൽ ടെട്രാപോഡ്, അതെ, ലാൻഡ്വേർഡ് സൈഡിൽ കരിങ്കല്ല് കെട്ടി 3 meter ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സാർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു വേസ്റ്റ് ഓഫ് മണി ആണോ? അല്ല. നമ്മൾ ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇതൊരു ഇൻ്ററീം സൊല്യൂഷൻ ആണെന്നൊരു ബോധം നമുക്കും അതിൻ്റെ പുറയിലുള്ള ആളുകൾക്കും കൊടുക്കണമെന്നാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വളരെ ആളുകളുള്ളൊരു സ്ഥലമാണ് ചെല്ലാനം, വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളൊരു സ്ഥലമാണ് ചെല്ലാനം. അവിടെ കോൺസ്റ്റൻ്റായിട്ട് ഇതുണ്ടാകുന്നു, കടലാക്രമണം ഉണ്ടാകുന്നു. ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേണമെങ്കിൽ ഇവിടെ പോയിട്ട് പറയാം, ഈ ഏരിയയിൽ ഇനി ഇവിടെ ആർക്കും താമസിക്കാനായിട്ട് സാധിക്കില്ല, യു ഓൾ മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പാർട്ട്ലി ഇറ്റ്സ് ലിങ്ക് ടു ദർ ലൈവ്ലിഹുഡ്, അവർ അവിടെ ജീവിക്കുന്ന ആളുകൾ, പാർട്ട്ലി ഇസ് റിലേറ്റഡ് ടു ദർ പ്രോപ്പർട്ടി വാല്യൂ. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. അവരെല്ലാം റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ളൊരു പ്രസ്ഥാനം ഉണ്ടാക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ having a sea wall put there to give them some sort of a stability, I think that's the right thing to do. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സീ വാൾ ഇനി വരുന്ന ആചന്ദ്രതാരം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നൊരു വിശ്വാസം ആളുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then they will increasingly start to invest there. അത് സംഭവിക്കരുതെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഓൾറെഡി ആളുകൾ ലൈവ്ലിഹുഡിൻ്റെ കാരണത്താൽ ഓൾറെഡി മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ലോങ് ടൈമിലായിട്ട് ഇതൊരു വൾണറബിൾ ആയിട്ടുള്ള പ്രദേശമാണെന്ന് അറിഞ്ഞ് ആളുകൾക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുക്കണം എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇൻ്ററിമായിട്ട് വാട്ട് എവർ വി ഡു ടു ഹെൽപ്പ് പീപ്പിൾസ് ലൈഫ്, ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ ഗവൺമെൻറ് ഷുഡ് ബി വെരി ക്ലിയർ, പീപ്പിൾ ഷുഡ് ബി വെരി ക്ലിയർ ദാറ്റ് ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് പ്രോബ്ലം അലോങ് കേരള കോസ്റ്റ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവരി വൺ എൽസ് വിൽ ഓൾസോ ആസ്ക് ഫോർ ദ സെയിം തിങ്, ആൻഡ് ദെൻ വി ഇൻവെസ്റ്റ് ഓൾ ദിസ്. അതിൻ്റെ വളരെ ജീവിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ വിഷ്വലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ കോസ്റ്റ് ലൈൻ. സോ എവരി വൺ വിൽ സ്റ്റാർട്ട് ടു കം പുട്ട് അപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ആ സൈഡിലേക്ക് വീഴും, വിച്ച് ഇൻ 50 years ടൈം സൊസൈറ്റി വിൽ ഹാവ് ടു പേ എ ബിഗ് പ്രൈസ്. കേരളത്തിൽ KSEB ഒരു ക്യാമ്പയിൻ അതിങ്ങനെ ഒരു ഐഡിയ മൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോണ്ട് ടു എസ്റ്റാബ്ലിഷ് എ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഈസ് ഇറ്റ് ഫീസിബിൾ ഫോർ കേരളം? കാരണം നമുക്ക് ഏത് പ്രോജക്റ്റ് വന്നാലും ഇവിടെ പ്രൊട്ടസ്റ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഹൈഡൽ പ്രോജക്റ്റുകൾ ഭയങ്കര ഓപ്പോസിഷൻ വന്നിട്ടുണ്ട്. ഹൗ ഫോർ ദിസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇസ്? ഞാൻ ആക്ച്വലി ഇത് ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ. കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ടെന്നുള്ളത് എനിക്ക് ഐ ഡോണ്ട് നോ. ഐ തിങ്ക് പ്രോബ്ലി ദേ ആർ ലുക്കിംഗ് അറ്റ് ഹൈഡൽ പവർ പ്ലാന്റിനുള്ള റെസിസ്റ്റൻസ് കാണുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കാം. സോ ഐ ഡോണ്ട് നോ. ഞാൻ ആക്ച്വലായിട്ട് കാണുന്ന റിന്യൂവബിൾ ഈസ് ദ ഫ്യൂച്ചർ. ആൻഡ് the dramatic changes which are happening, which has happened in solar energy is and it is expected to continue, and that combined with green hydrogen, I think would determine the future of energy എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കേരളത്തിലൊരു ഫ്യൂച്ചർ എനർജിയെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മിക്സിൽ ന്യൂക്ലിയർ ഉണ്ടാവില്ല. I think I will be putting that into renewables. Many countries are already producing more energy out of renewables than conventional fossil fuel or nuclear fuel. And yesterday I read that for the first time in history in China, they produce more electric cars than fossil fuel cars.
And I think the future of car, in my opinion, is absolutely going to be electric. So a combination of renewable energy, green hydrogen, electric cars, that's where we should be thinking if we stand now. എന്നാണ്. Solar we can generate power in the night. Night demand ATM. Shall I take this and then I'll come back? ഇതിന് പല സൊല്യൂഷൻസ് ഉണ്ട് ഈ സോളാറിൻ്റെ കാര്യത്തിൽ. ഒന്നാമത്തേത്, യു ക്യാൻ ക്രിയേറ്റ്, ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ഇയർ ഐ വെൻറ്റ് ടു ദുബായ്. ദുബായ് ഹാസ് വേൾഡ്സ് ലാർജസ്റ്റ് concentrated solar power plant. Okay, so what they do is that they have this huge area, I don't know, 500 hectares or something, of solar panels, and the middle of which they have a, if I recall, molten sodium vessel. So solar energy will melt sodium and the energy will be retained in that for 18 hours. So for the next 18 hours it can then release solar energy back into the system, so that if all through night they can cover, and plus another 6 months for another 6 hours. That's a large project, but still not economically viable. അതൊരു ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ കൂടിയാണ്. പക്ഷേ ഇങ്ങനെ സോളാറിലൊക്കെ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് യു ഡെമോൺസ്ട്രേറ്റ് സംതിങ്, ദെൻ എഫിഷ്യൻസി സ്റ്റാർട്ട് ടു കം അപ്പ് ഇൻ വേരിയസ് സ്റ്റേജസ്. സോ ടെക്നിക്കലി ഇറ്റ്സ് പോസിബിൾ ടു ക്രിയേറ്റ് സം സോർട്ട് ഓഫ് എ സോളാർ എനർജി which crosses that problem. What is also expected is that the battery and storage, that would take care of some of the problem. What's also expected is that the whole conversion to green hydrogen, അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ ഹൈഡ്രജൻ്റെ കാര്യം പറഞ്ഞത്, would take care of that problem. What I ultimately expect to happen is that because solar energy and efficiency will become so, it will be so cheap that in another 10 to 15 years, energy will be like data. നമ്മളെല്ലാം ചെറുപ്പകാലത്ത് data was very expensive, and now data is like almost nothing. And at that point, there will be probably one global grid that, wherever it is, it's always somewhere day in the world, and there are a lot of places in the world where solar is, in the Middle East, in Sudan, in Sahara. And then either through as a liquid nitrogen storage, like CNG shipping, solar energy will be shipped in a ship to other places, or it will be global grid. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു probably we are talking about 15 to 20 years of horizon. We are talking about two separate things. To your first question, will we have to decommission hydel power plant? In my mind, there's no doubt. The hydel power plants will be decommissioned in future. Now, when that future will come, and when that will come to Kerala, that is debatable. But future rivers will flow. Increasingly, humanity is recognizing that the river has a right to flow. ആ റിവർ ചില രാജ്യങ്ങളിൽ, എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡിലാണെന്ന് തോന്നുന്നു, അത് കാനഡയിലാണോ, ആ നദിക്ക് ഒഴുകാനുള്ള അവകാശം നിയമപരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വരും. നമ്മളുടെ നാട്ടിൽ അണ കെട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ ഇടുക്കിയെല്ലാം കണ്ടിട്ടുണ്ടാവും. അണ, ദർസ് നോ റിവർ. ആ അപ്പസ്റ്റ് പോയിന്റിൽ അത് ഇല്ലാതെയാവാണ്. ഇപ്പോൾ ഇടമലയാറെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, നദി വരുന്നു, അണ കെട്ടുന്നു, 0. പക്ഷേ ഇപ്പോൾ ഈ പൂർണ്ണമായിട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നദിക്ക് ഒഴുകാനുള്ള ഒരു അവകാശമുണ്ടെന്നും നദിക്ക് അവകാശമുള്ള ഒരു ബേസ് എൻവയോൺമെൻറ്റൽ ഫ്ലോ നിലനിർത്തി മാത്രമേ അണക്കെട്ട് വെള്ളം ഉപയോഗിക്കാമുള്ളൂ എന്നുള്ളത് പല രാജ്യങ്ങളും എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പല രാജ്യങ്ങളിലും ഈ നദിയിൽ കൂടെ കടന്നു പോകുന്ന മത്സ്യങ്ങളുണ്ടെങ്കിൽ ഈ മത്സ്യങ്ങൾക്ക് കടന്നു പോകാനായിട്ടൊരു ഫിഷ് ലാഡർ ഉണ്ടാക്കിയിരിക്കണമെന്നൊരു നിർബന്ധമുണ്ട്. അതായത് ഈ 1 കിലോമീറ്റർ നീളം ഉണ്ടാകും ഫിഷ് ലാഡറിന്. അപ്പോൾ ചെറുതായിട്ട് വന്നു, ഒരു ചെറിയ ജമ്പ് നടത്തി, ഒരു ചെറിയ പോണ്ടിലെത്തി, അവിടെ നിന്ന് അടുത്ത പോണ്ടിലേക്ക് എത്തി, ഡാം മുഴുവൻ കടന്നു പോകാനുള്ളൊരു അവകാശവും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം, ഫിഷ് ലാഡർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ആ കോൺഷ്യസ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവൻച്വലി ദാറ്റ് കോൺഷ്യസ്നെസ് വിൽ ഗോ ഫർദർ ആൻഡ് ഡാംസ് വിൽ ബി ഡീകമ്മീഷൻഡ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. 2024 യൂറോപ്യൻ യൂണിയനിൽ ഒരു EU റെസ്റ്റോറേഷൻ ലോ പാസ് ചെയ്തു. അതിൽ ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് 25,000 കിലോമീറ്റർ നദികളിൽ അതിലുള്ള ഒബ്സ്ട്രക്ഷൻസ് എടുത്തു കളയും എന്നാണ്. അപ്പോൾ ദാറ്റ്സ് ഹൗ ദ വേൾഡ് ഈസ് തിങ്കിങ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും.
നദിയുടെ അവകാശത്തെ പറ്റിയുള്ള മനുഷ്യൻ്റെ ഒരു ബോധം, ആ പരിസ്ഥിതിയെ ബോധത്തിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം ഇത് സംഭവിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഹൈഡ്രോ പവർ എന്ന് പറയുന്നത് എക്കണോമിക്കലി എഫിഷ്യൻ്റ് അല്ലാതെ വരും. ഇപ്പോൾ സോളാറായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലി ഹൈഡ്രൽ വിൽ നോട്ട് ബി എഫിഷ്യൻ്റ് ആയിരിക്കും. കേരളത്തിലെ എനിക്ക് തോന്നുന്നു 1/3 ഓഫ് ദ ഡാംസ് ആർ ആക്ച്വലി ഫോർ ഇറിഗേഷൻ. അപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് മാത്രമല്ല, ഇറിഗേഷൻ്റെ ഡാമുകളുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഡാമുകളുണ്ട്. കേരളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇറിഗേഷൻ ഇപ്പോൾ ഒരു വലിയൊരു വിഷയമല്ല. ഒരു കാലത്ത് അതിന് വലിയ കാരണം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് അത്രമാത്രം പ്രാധാന്യമുള്ളതല്ല. പല സ്ഥലങ്ങളിലും നിങ്ങൾ ക്ലോസ് ആയിട്ട് ശ്രദ്ധിച്ചറിയാം, എവിടെയൊക്കെ ഇറിഗേഷൻ കനാൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കൃഷി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇറിഗേഷൻ കനാൽ വരുന്നു, കനാലിൻ്റെ സൈഡിൽ കൂടെ റോഡ് വരുന്നു, റോഡും വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീട് വയ്ക്കുന്നു, വീട് വെച്ച് കഴിയുമ്പോൾ സ്ഥലത്തിൻ്റെ വില കൂടുന്നു, അതവിടെ കൃഷി കുറയുന്നു. അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ ഏറ്റവും കുറച്ച് കൃഷി നടക്കുന്നത് കനാൽ വന്ന സ്ഥലത്താണ്. ആ കനാൽ വന്ന സ്ഥലം പാർട്ട്ലി ഹൗസിംഗ് ആയി, പാർട്ട്ലി പ്ലൈവുഡ് ഇൻഡസ്ട്രിയായി, ബിക്കോസ് ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇപ്പോൾ ഇറിഗേഷൻ കനാൽ പ്രധാനമായിട്ട് പല സ്ഥലത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇറിഗേഷന് വേണ്ടിയിട്ടല്ല, ഒരു വാട്ടർ സെക്യൂരിറ്റിയാണ്. സമ്മറായി കഴിയുമ്പോൾ വെള്ളം ഗ്രാമങ്ങളിൽ എത്തുന്നത് ഇറിഗേഷൻ കനാൽ വഴിയാണ്. അത് വളരെ സൗകര്യമുള്ള കാര്യമാണ്. പക്ഷേ സമ്മറിലെ വാട്ടർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വലിയൊരു ഡാം ഉണ്ടാക്കി അത് കനാൽ വഴി ഉണ്ടാക്കി ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ? ഈ ഒരു ചോദ്യം നമ്മുടെ സമൂഹം ചോദിച്ചു തുടങ്ങും. നമ്മുടെ ഗ്രാമങ്ങളിൽ ആളുകൾ താമസിക്കുന്നത് തന്നെ കുറയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും മാറുന്നതോടെ ഡാമുകൾ മൊത്തമായിട്ട് ഡീകമ്മീഷൻ ചെയ്യുന്നൊരു കാലം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യം സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യം മലയാളി സംബന്ധിച്ചുള്ളതൊരു ഓൾമോസ്റ്റ് ഒരു ഇമോഷണൽ ഇഷ്യൂ ആണ്. അത് 40 വർഷത്തെ മീഡിയ ആക്ടിവിറ്റിയുടെ ഒരു ഫലം കൂടിയാണ്. റിലൻറ്റ്ലെസ് ആയി നമ്മളിങ്ങനെ മുല്ലപ്പെരിയാറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ 1978 ആദ്യമായിട്ട് മുല്ലപ്പെരിയാറിനെ പറ്റി കേൾക്കുന്നത്. അപ്പം അന്ന് തൊട്ട് നമ്മൾ ഈ ഡാമിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, പേടിക്കുന്നു. അത് എവറി 10 years വി ഹാവ് ദിസ് കെയർ കമ്മിങ് അപ്പ്. അപ്പോൾ നമ്മളുടെ ബേസിക്കായിട്ടുള്ള ഹൈപ്പോത്തിസിസ് എന്താണെന്ന് 1887 97 എന്തോ ഉണ്ടാക്കിയ ഡാമാണ്, പ്രായമായി, അതുകൊണ്ടത് ഡീകമ്മീഷൻ ചെയ്യണം അല്ലെങ്കിൽ വൾണറബിൾ ആണ് എന്നുള്ളതാണ്. ഒരു ഡാം എന്ന് പറയുന്നത് അതിൻ്റെ സുരക്ഷ അത് എന്നുണ്ടാക്കിയെന്നുള്ളതിനെ അനുസരിച്ചല്ല ഇരിക്കുന്നത്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ വേണ്ട വിധത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യമുള്ള കാര്യം. പക്ഷേ ഇത് മുല്ലപ്പെരിയാറിന് മാത്രം പ്രശ്നമല്ല. കേരളത്തിൽ ഇപ്പോൾ 60ഓളം ഇപ്പോഴത്തേക്കോളം മേജർ ഡാമുകളുണ്ട്. ഈ ഓരോ ഡാമുകളെയും നമ്മൾ ഒരേ ഫ്രെയിംവർക്കിൽ കൂടിയാണ് അനലൈസ് ചെയ്യേണ്ടത്. 60 ഡാമുകളെല്ലാം നമ്മൾ വേണ്ട തരത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 60 ഡാമുകൾക്ക് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് എന്ത് സംഭവിക്കും, അങ്ങനെ നമ്മൾ ഒരു കോമൺ ഫ്രെയിംവർക്കിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then you will have some dams which are completely fine and safe, some dams which probably need improved attention, and some dams which may have to be decommissioned for safety reason. ഈ തരത്തിലൊരു അനാലിസിസുമായിട്ട് നമ്മൾ ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ഹാവ് ബെറ്റർ ക്രെഡിബിലിറ്റി മറ്റുള്ള ആളുകളുടെ അടുത്ത് പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഈ 59 ഡാമുകളും കംപ്ലീറ്റ്ലി ഫൈൻ, എല്ലാം ഒരു കുഴപ്പമില്ല, നമ്മളതിനെപ്പറ്റി വറി ചെയ്യുന്നില്ല. ഈ ഒരു ഡാം എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആളുകൾക്ക് അതിന് അത്രമാത്രം ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. ഞാൻ കേരളത്തിൽ നിന്ന് പോയത് 1986 അപ്പോൾ മെനി ഇയേഴ്സ് ഐ ഹാവ് ബീൻ എ മൈഗ്രന്റ് ഫോർ മൈ life, and therefore I have benefited enormously from migration. I have benefited socially, benefited from my network, I have benefited financially from exposure, and I think that's a very good thing that people migrate. അതുകൊണ്ട് ഞാൻ മൈഗ്രേറ്റ് ചെയ്യുന്നതിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഒരു തരത്തിലും കേരളത്തിലെ കുട്ടികളെ കേരളത്തിൽ കൺസ്ട്രെയിൻ ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കില്ല. അത് തെറ്റാണെന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. അതേസമയം തന്നെ കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക, അത് കേരളത്തിലെ താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ നിൽക്കാം, ലോകത്തെവിടെയും ഏറ്റവും നല്ല ആളുകൾക്ക് വരാനുള്ളൊരു അവസരം ഉണ്ടാക്കാം. അങ്ങനെ ഒരു കേരളം, ദിസ് ഐ സപ്പോർട്ട്. അപ്പോൾ ഐ തിങ്ക് ദ എഫർട്ട് വിച്ച് യു ആർ മേക്കിംഗ് ടു ഇംപ്രൂവ് അവർ എഡ്യൂക്കേഷൻ ഇസ് ഓൾ വെരി വെൽക്കം, ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് കീപ്പിംഗ് അവർ പീപ്പിൾ ഹിയർ. പക്ഷേ ഐ ഓൾസോ നോ ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ഈ ആളുകളെ കീപ്പ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയുള്ള കാര്യമല്ല. ആളുകൾ പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലാത്തതുകൊണ്ടല്ല നമ്മുടെ ആളുകൾ പോകുന്നത്. ആ പോകുന്ന ആളുകൾ പണ്ട് തൊട്ടേ പോയിക്കൊണ്ടിരുന്നത്, അതായത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മുടെ ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ദേ ആർ ഓൾവേസ് ഗോയിങ്. അതിലൊരു മാറ്റം അന്നും ഇന്നും ഉണ്ടായിട്ടില്ല. മാറ്റം ഉണ്ടായിരിക്കുന്നത് പണ്ട് പോയിക്കൊണ്ടിരുന്നത് ഒന്നല്ലെങ്കിൽ ഇൻ്റലക്ച്വലി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആളുകൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു.
രണ്ട്, ഫൈനാൻഷ്യലി ഏറ്റവും ടോപ്പ് ദ ടോപ്പ് 1% യൂസ് ടു ഗോ. ഇപ്പോൾ അത് മാറി ഒരു ലോവർ മിഡിൽ ക്ലാസ് വരെയുള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകുന്ന അഫോർഡബിൾ ആവുന്ന ഒരു സാഹചര്യം, അതൊരു നെറ്റ്വർക്ക് ഉണ്ടാകുന്ന സാഹചര്യം, അതിനുള്ള മുഴുവൻ സപ്പോർട്ട് സിസ്റ്റം, ഒരു എക്കോ സിസ്റ്റം തന്നെ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ 10,000-കണക്കിന് ആളുകൾ പോകുന്നു. അവർ അവിടെ ചെന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇടുന്നു. അത് കണ്ടിട്ട് അടുത്ത ആളുകൾ മൊത്തം ആസ്പയർ ചെയ്യുന്നു. തെറ്റായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ്. So that's part of it is social, that people want exposure, life, freedom, etc. Part of it's economical. Even if you do a very high quality degree in Kerala, what are the employment opportunities here? Employment കിട്ടിക്കഴിഞ്ഞാൽ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ ശമ്പളം എന്താണ്? നമ്മളുടെ കുട്ടികൾക്ക് ഒരു ആസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഒരു സാലറി, ഒരു ലൈഫ് ടൈമിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കാനുള്ള ഇൻകം ഇവിടുത്തെ ഒരു ശരാശരി CBSE ടീച്ചർക്ക് ഇല്ല. And if you look at any of our private sector jobs, ഒരു typical private sector job, can they dream of, അപ്പോൾ നമ്മുടെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ നിന്നൊക്കെയാണ് ആളുകൾ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എഡ്യൂക്കേഷണൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ട് മാത്രം തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കില്ല. സോ ഐ തിങ്ക് വി ഷുഡ് ഹാവ് എ മൾട്ടിപ്രോങ് ഓപ്ഷൻ. Number one, support the youngsters who want to go in whatever way possible, improve our education, improve our productivity of our economy, so that our employment കൂടുക മാത്രമല്ല അവരുടെ സാലറിയും കൂടുന്നു. നാലാമത്തെ, നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ഈ പറഞ്ഞ പോലെ സദാചാര പോലീസുകളും അടുത്ത ആളുകളുടെ നോക്കുന്നതും അച്ഛനമ്മമാർ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നതും എല്ലാം കുറയുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. ഈ മോറൽ പോലീസിങ് കേരളത്തിൽ മാത്രമാണ് കൂടുതൽ പ്രശ്നമുള്ളത്. എനിക്കിത് അറിയില്ല, മാത്രമല്ല ഞാനത് ശ്രദ്ധിക്കാറുമില്ല. അതായത് ഈ അടുത്ത വീട്ടിൽ കറണ്ട് ഇല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനമുള്ള കാര്യമല്ല. നമ്മളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇത് കൂടുതലായിരിക്കാം. മലയാളികളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ്സ് എന്താ? ഞാൻ അങ്ങനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാറില്ല. ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു സോളിഡാരിറ്റി നമുക്കുണ്ട് കേരളത്തിനകത്തും പുറത്തും. അത് നമ്മൾ മിക്കവാറും കാണുന്ന ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ് കേരളത്തിനകത്ത് കാണുന്നത്. കേരളത്തിന് പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കുന്നതാണ്. രണ്ടാമത് നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ള ഒരു കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നത് ഇത് മറ്റ് സ്ഥലങ്ങളിലില്ല. ഒരു കോപ്പറേറ്റീവ് ആക്ഷൻ, നമ്മളുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഒരു കോപ്പറേറ്റീവ് ആക്ഷൻ, നമ്മളുടെ ഡെമോക്രസിയുടെ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു എംബെഡ്മെൻറ്റ് ഇൻ അവർ സൊസൈറ്റി. പീപ്പിൾ ആർ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ് ആൻഡ് ദേ ആർ വില്ലിംഗ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദെയർ റൈറ്റ്. നമ്മളുടെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റി, സമൂഹത്തിലെ ഏറ്റവും താഴെ ഒരാൾക്ക് പോലും നിങ്ങൾ ഈ 6 ലെവൽസ് ഓഫ് സെപ്പറേഷൻ എന്നുള്ള തിയറി കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അതായത് ലോകത്തിലെ ഏതൊരാളും വേറെ ഏതൊരാളും തമ്മിൽ 6 ആളുകളുടെ ഷെയ്ക്ക് ഹാൻഡ് അകലമാണെന്നാണ് പറയുന്നത്. ഇപ്പം ഞാനും പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഞാൻ അറിയുന്ന ഒരാളുണ്ടാവും, അയാൾ അറിയുന്ന വേറൊരാളുണ്ടാവും. സോ ഇവൻച്വലി വിത്ത് 6 ഷെയ്ക്ക് ഹാൻഡ്സ് എനിബഡി ഇൻ ദ വേൾഡ് ക്യാൻ റീച്ച് എനിബഡി ഇൻ ദ വേൾഡ് എന്നാണ് ഈ 1920s ഉണ്ടാക്കിയൊരു ഹൈപ്പോത്തിസിസ് ആണ്. പീപ്പിൾ എംപരിക്കലി അത് അനലൈസ് ചെയ്ത് നോക്കി ആൻഡ് ഇറ്റ് വാസ് ഓൾവേസ് വർക്കിംഗ്. ഫേസ്ബുക്ക് 3 വർഷം മുമ്പ് അത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. ദേ വർ ആക്ച്വലി സേയിങ് ദാറ്റ് ദർ ഇസ് നോട്ട് ഈവൻ 6 ലെവൽസ് ഓഫ് സെപ്പറേഷൻ, 5 ലെവൽസിൽ and you can actually check if you want on your profile and see what is your levels of separation with the world, because അപ്പോൾ ഇത് കേരളത്തിലെ ലെവൽസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലോവസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് ഇസ് ആക്ച്വലി വെരി സ്മോൾ. ദാറ്റ് എനിബഡി ഇൻ കേരള വിത്ത് I don't know 3 handshake away can reach our ministers. അപ്പോൾ ഇത് ലോകത്തെ മറ്റ് സ്ഥലങ്ങളിൽ, ലോകത്തല്ല certainly ഇന്ത്യയിൽ മറ്റ് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. അവരുടെ ലെവൽസ് ഓഫ് സെപ്പറേഷൻ വളരെ ഹൈ ആണ്. അപ്പോൾ അതെല്ലാം വളരെ നന്നായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങളാണ്. വീക്ക് പോയിന്റ്സ് ഞാനിപ്പോൾ മാധ്യമങ്ങളാണ് ഞങ്ങളെ ഏത് സമയവും സമൂഹത്തെ ഡിപ്രസ് ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു, ഫോക്കസ് ചെയ്യുന്ന എല്ലാം നെഗറ്റീവിലാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ഈ സമൂഹത്തിലെ പോസിറ്റീവായിട്ടുള്ള പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമൊന്നുമല്ല മീഡിയയുടെ ഉത്തരവാദിത്വം. അങ്ങനെ അല്ലാത്ത കാര്യങ്ങളെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഈ പുതിയതായിട്ടുണ്ടായ പല മീഡിയാസ് ഉണ്ടല്ലോ, അതായത് എനിബഡി വിത്ത് എ ക്യാമറ ഈസ് എ മീഡിയ നൗ, ആൻഡ് ദെൻ യു ഫോളോ ദാറ്റ് വിത്ത്
all these visual media which are channels അതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല ചാനൽ, അവരൊക്കെയാണ് ഈ മീഡിയയുടെ അജണ്ട നിശ്ചയിക്കുന്നത്, അവരാണ് അവരുടെ ടോൺ നിശ്ചയിക്കുന്നത്. ഇഫ് പീപ്പിൾ ആർ ഗോയിങ് ആഫ്റ്റർ ദാറ്റ് ദെൻ എസ്റ്റാബ്ലിഷ് മീഡിയ ഈസ് കമ്മിങ് ഡൗൺ ഫോർ ദാറ്റ്. ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും കേരളത്തിൽ ഇന്നുണ്ട്. അപ്പോൾ ഒരു ഓവറോൾ there's a sense of negativity in the society. ഒരു കാര്യം, നമ്മുടെ ഈ കേരളത്തിലുള്ള കുറെ പേര് ഒരുപാട് മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സർവീസ് നമ്മൾ കേരള ഗവൺമെന്റ് യൂസ് ചെയ്യാത്തൊരു സാഹചര്യം. അവരെ ഇപ്പോൾ കേന്ദ്ര രാജാവാണ് കുറെ കാലം ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് ഡൽഹി എന്തൊരു ഡിസഗ്രിമെന്റ് അങ്ങനെ അവർക്കൊന്നൊരു അവസരം നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നവർക്ക് താങ്കളായിരുന്നു. എന്നെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നൊരു പരാതി എനിക്കില്ല. ഇവിടെ ഞാൻ ആക്ച്വലി, അതായത് കേരള ഗവൺമെൻറ് പ്രോബ്ലി ദ ഫസ്റ്റ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ ടു ക്രിയേറ്റ് ഈ ലോക കേരള സഭ പോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനം വിദേശത്തുള്ള ആളുകളെ നമ്മളായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. പല തരത്തിലും ഗവൺമെൻറ് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് ഉണ്ടാക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ two-way സ്ട്രീറ്റ്. പുറത്തുള്ള ആളുകൾ ഷുഡ് മേക്ക് എൻ എഫേർട്ട് ടു കം ആൻഡ് ബി കണക്റ്റഡ് ആൻഡ് ഗവൺമെൻറ് ഷുഡ് ഓൾസോ ട്രൈ ടു മേക്ക് എൻ എഫേർട്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പുറത്തുള്ള ആളുകൾക്കൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ പോളിസി മേക്കിംഗ് ഈസ് എസെൻഷ്യലി ഡ്രിവൺ ബൈ ദ സിവിൽ സർവൻസ് ആൻഡ് നോട്ട് ബൈ ടെക്നിക്കൽ എക്സ്പെർട്സ്. അപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റികൾ പോലും, നമ്മളുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിലെ എക്സ്പെർട്സ് ആർ ദ ഇൻവോൾവ് ഇൻ അവർ policy making? And this we have to ask. When I go to Japan, for example, അവിടുത്തെ ഞാൻ ഒരു മീറ്റിങ്ങിന് പോകുമായിരുന്നു. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അതിന് വരുന്നുണ്ട്, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ വരുന്നുണ്ട്, പിന്നെ വേറെ ഞാനുണ്ട്, വേറെ ആരുണ്ട്. അപ്പോൾ ഈ മിനിസ്റ്റർ വാസ് ലൈക്ക് വാസ് വെരി നെർവസ്. അതായത് പ്രൊഫസർ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഐ ഹാവ് ടു ബി വെരി പ്രിപ്പയർഡ്. അപ്പോൾ പുള്ളി ഞങ്ങളെ വിളിച്ചിട്ട് പറയാണ്, നമുക്കൊരു റിഹേഴ്സൽ ചെയ്യണതിന് മുമ്പ്, പ്രൊഫസറിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് റിഹേഴ്സൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ വരുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ റിഹേഴ്സലൊക്കെ ചെയ്ത് അത് ചെയ്യുന്നു. അതിനുശേഷം പ്രൊഫസർ വരുന്നു. അപ്പോൾ പ്രൊഫസർ വരുമ്പോൾ ഹീ ഈസ് ദ ബിഗ് പേഴ്സൺ ഇൻ ദ റൂം. അപ്പം ആ ടെക്നിക്കൽ എക്സ്പെർട്ടീസിന് അത്രമാത്രം വാല്യൂ ആണ് അവരവിടെ കൊടുക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടോ? നമുക്കത് ഇപ്പം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് മിനിസ്റ്റേഴ്സിൻ്റെ ലെവലിലാണെങ്കിലും ബ്യൂറോക്രാറ്റ്സിൻ്റെ ലെവലിലാണെങ്കിലും ടെക്നിക്കൽ ഒരു ഇഫ് യു ഹാവ് എ സീനിയർ സിവിൽ സർവൻറ്റ് ഇൻ ദ റൂം ആൻഡ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇൻ ദ റൂം ഓർ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഇൻ ദ റൂം, പവർ ഇക്വേഷൻ എവിടെയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ആ ഒരു റിഫ്ലക്ഷനാണ് ഈ വിദേശത്തു നിന്നുള്ള ആളുകളുടെ കയ്യിലുള്ളത്. പക്ഷേ അവരുടെ ഒരു അക്സസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അവർ നാട്ടിൽ വരുമ്പോൾ അവർക്കൊരു ഇത് കിട്ടുന്നില്ല, പക്ഷേ നാട്ടിലുള്ള ആളുകൾക്ക് പോലും അത് കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വളരെ ഹംബിളാണ് വാസ്തവത്തിൽ, കമ്പയർഡ് ടു many parts of the world. We are, as I said, we are democratically very evolved in our system. പക്ഷെ ലോകത്തെ എവിടെയും പൊളിറ്റീഷ്യൻസിൻ്റെ പ്രധാന പ്രശ്നം എന്താണ്? അതൊരു ദേ വർക്ക് ഓൺ ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഏത് വിഷയത്തിൽ ഫോക്കസ് ചെയ്താലാണ് അവരുടെ ഇലക്ട്രൽ കാര്യങ്ങൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്, അവിടെയാണ് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നതാണ്, ഓരോ സെനറ്ററും വന്നിട്ട് പറയുന്നത്, ഞാൻ പാർലമെൻറ്റിൽ അസംബ്ലിയിൽ ഇന്ന ബില്ലുകൾ അവതരിപ്പിച്ചു, ഇന്ന കാര്യങ്ങളിൽ ഞാൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മളുടെ നാട്ടിൽ പ്രധാനമായിട്ട് പറയുന്നത് ഞാൻ എത്ര കല്യാണം കൂടി എന്നുള്ള തരത്തിലാണ്. അപ്പോൾ കാരണം ആ കല്യാണം കൂടുന്ന ആളുകൾക്കാണ് ആളുകളുടെ ഒരു ഇത് സപ്പോർട്ട് കിട്ടുന്നത്. അങ്ങനെ വരാത്ത ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ MLA ഫണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ലോക്കൽ PWD ലെവലിലേക്ക് അതിനെ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അതല്ലല്ലോ നമ്മളുടെ ഗവേണൻസ് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ വരുന്ന ആളുകളുടെ കാലിബറോ കോമ്പിറ്റൻസോ ഒന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അവരുടെ ഇൻസെൻറ്റീവ് സ്ട്രക്ചർ ഒരു തരത്തിലും ഇപ്പോൾ ഇതല്ല. ഒന്നാമത്തത്, ദ നമ്പർ ഓഫ് പൊളിറ്റീഷ്യൻ ഹു ക്യാൻ ഗെറ്റ് ഇൻ ടു
കേരളത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ആയെന്ന് പറയുന്ന ഒരു MLA ആകുമ്പോഴാണ്. ഇപ്പോൾ ഈ 34 മില്യൺ ജനസംഖ്യയുള്ള കേരളത്തിൽ 140 MLA-മാർ മാത്രമാണുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ UK പോപ്പുലേഷൻ നമ്മളുടെ ഏതാണ്ട് ഇരട്ടിയാണ്, 68-70 മില്യനാണ്. അവിടെ MP-മാർ തന്നെ 700 ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളുടെ 20 MP-മാർ അല്ല, അവിടെ MLA-മാർ ഇല്ലയെന്ന് വെച്ചോ, എന്നാൽ പോലും അപ്പോൾ നമ്മുടെ MLA അവിടെ MP ആയിട്ട് ഇക്വലൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ 5 ഇരട്ടി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. നമുക്ക് അതില്ല. നമ്മളുടെ MLA-മാരുടെ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിൻ്റെ സാലറി അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾക്ക് ഇറ്റ്സ് നോട്ട് കൺസ്യൂമറേറ്റ് the level of responsibilities which they have and the level of hard work which they do. So I have a very positive view of our politicians in general by itself, but also in comparison to what I see in other places.